ആപ് കി അദാലത്തിൽ പോപ്പ് സ്റ്റാർ ബാദ്ഷയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ന്യൂ ജനറേഷനെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്നതാണ്. ബാദ്ഷ, താങ്കൾ 45-ൽ ഫോളോഡ് ആർട്ടിസ്റ്റിൽ 4-ാം സ്ഥാനത്താണ് ഉള്ളത്. യങ്സ്റ്റേഴ്സ് താങ്കളെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ താങ്കളുടെ പാട്ടിലും താങ്കളുടെ റാപ്പിലും ധാരാളം വാക്കുകൾ താങ്കൾ ഉപയോഗിക്കുന്നു. കുടിക്കുക, സ്ത്രീകൾ, പണം, ഗൺ, വണ്ടി. ചെറുപ്പക്കാരെ ചീത്തയാക്കാനുള്ള ഉദ്ദേശത്തോടാണോ? ഇവരൊക്കെ നേരത്തെ തന്നെ ചീത്തയായവരാണ്. പിന്നെ സാർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചൊക്കെ ചീത്തയാകുന്നതും നല്ലതാണ്. കുറച്ച്. പക്ഷേ ഞാൻ ഈ എഴുതുന്ന ലൈൻസൊക്കെ ഹിറ്റാവുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ താങ്കൾ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, വെറുതെ ഇരുന്ന എനിക്കുള്ളിൽ നീ ഒരു അഗ്നി ഉണ്ടാക്കി, വെറും ബോട്ടിലിൽ മദ്യം നിറച്ചു. എന്തൊക്കെ എഴുതിയിരിക്കുന്നതല്ലേ? വെറുതെ ഇരുന്ന എന്റെ ഉള്ളിൽ നീ ഒരു അഗ്നി ഉണ്ടാക്കി. മറ്റൊന്ന് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, നല്ല പയ്യനായിരുന്ന എന്നെ സത്യമായിട്ടും വഷളാക്കിയത് നീയാണെന്ന്. എഴുതുമ്പോ കുറച്ച് കൈവിട്ട് പോയെന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും പറയാതെ തന്നെ എല്ലാം പറയുന്നതാണ് ആർട്ട്. ഐ തിങ്ക് ഇത് ചിലപ്പോ എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ പറയുന്നത് താങ്കൾ ഈ ജനറേഷനെ നശിപ്പിക്കുകയാണ്. അല്ല, ഞാൻ നശിപ്പിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ജനറേഷൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ സോഷ്യൽ മീഡിയയിലും കണ്ടു, കൊച്ചു കുട്ടികൾ പോലും ഈ പാട്ടിന് ഡാൻസ് കളിക്കുകയാണ്. അതിനുശേഷം പേരൻസിന്റെ അടുത്തുനിന്ന് അടിയും വാങ്ങിക്കുന്നുണ്ട്. പേരൻസിന് ഈ പാട്ട് കേൾക്കാം, പക്ഷെ കുട്ടികൾക്ക് പറ്റില്ല. പേരൻസ് ഒക്കെ കേട്ടത് കൊണ്ടല്ലേ കുട്ടികൾ കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇവരും വലുതായിട്ടാണ് പേരൻസ് ആയി മാറുന്നത്. വെറുതെ പറഞ്ഞതാ. എല്ലാ പാട്ടും ഇങ്ങനെ തന്നെയാണ്. എത്രത്തോളം വേണമെങ്കിലും ഡാൻസ് കളി, ആന്റി പോലീസിനെ വിളിക്കുമെന്ന്. എനിക്കങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. പിന്നെ പോലീസ് വന്നു, സെറ്റിൽമെന്റ് ചെയ്തു, അവര് പോയി. അതൊക്കെയാണ് ഞാൻ എഴുതിയത്. മാത്രമല്ല, ലുധിയാനയിൽ താങ്കളുടെ ഷോയിൽ ഒരു പിസ്റ്റൾ യൂസ് ചെയ്തു. ലുധിയാനയിൽ ഞങ്ങളൊരു ഷോ നടത്തി. അതെന്റെ കരിയറിന്റെ തുടക്കകാലമായിരുന്നു. അത് ഒരു സമയം. അപ്പോ വക്ര സോങ് വന്നു, അത് വലിയ ഹിറ്റായി മാറി. അത് വളരെയധികം ഫേമസ് ആയി. ഞങ്ങൾ ഷോ നടത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു പിസ്റ്റൾ എടുത്തു, ഞങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഗണ്ണിനെ കുറിച്ചൊക്കെ പാട്ട് എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിസ്റ്റൾ കണ്ട് പേടിച്ചു പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല സാർ, ഇവിടെ വേണ്ട, അത് മാറ്റിവെക്കാൻ പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. നോർമലായിട്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. താങ്കൾ എഴുതിയിരിക്കുന്നത്, ബമ്പ് കണ്ട് ഞാൻ മയങ്ങിപ്പോയി, ഇടുപ്പിലൊരു ബട്ടർഫ്ലൈ. ഇതുകൂടി ഒന്ന് വ്യക്തമാക്കൂ. നിന്റെ ഇടുപ്പ് ബട്ടർഫ്ലൈ, നിന്റെ ശരീരം കഴിക്കുന്ന ബട്ടർ പോലെ. അതായത് എന്താന്ന് വെച്ചാ, അതിനെ ബമ്മെന്നല്ലേ പറയുന്നത്, അല്ലാതെ വേറെന്തെങ്കിലും വിളിക്കുന്നെങ്കിൽ അത് പറയൂ. അതുകൊണ്ടാണ് ബമ്മെന്ന് എഴുതിയേ. ഇതിന്റെ ബം വളരെ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കാറില്ലേ ബം ക്ലീൻ ചെയ്തതൊക്കെ. അതുകൊണ്ട് ഈ ബം എന്ന് പറയുന്നത് കുട്ടികളുടെ വാക്കാണ്. അങ്ങനെ പറഞ്ഞു വന്നാൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലിറിക്സ് എഴുതിയെന്ന് പറയാൻ പറ്റും. ഞാനൊരു ചൈൽഡ് ഫ്രണ്ട്ലി റാപ്പറാണ്. മെല്ലെ നടന്നു പോകുമ്പോ ഇങ്ങനെയുള്ള ലിറിക്സ് ഇല്ലേ, അതൊക്കെ കുട്ടികളുടെ ലിറിക്സ് ആണ്. ഇതാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഇതും കുട്ടികൾക്കായിട്ടുള്ള ലിറിക്സ് ആയിരിക്കും. നീ വളരെ സെക്സിയാണ്, ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സെക്സിയാണ്, നീ എന്റെ കാക്ക, ഞാൻ നിന്റെ കോക്കു. അല്ല, നമ്മൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ കാക്ക കൊണ്ടുപോയെന്നൊക്കെ, കോക്കു എടുത്തോണ്ട് പോയി എന്നൊക്കെ. ഇതൊക്കെ കുട്ടികളുടെ ലിറിക്സ് ആണ് സാർ. ഞാൻ എഴുതിയ അഭിത്തോ പാർട്ടി ശുരുവോഗെ എന്ന പാട്ടുണ്ടല്ലോ, അതൊരു പാർട്ടി സോങ് ആണ്. ആ പാട്ടുണ്ടല്ലോ, ക്ലബിൽ എല്ലാവരും ഡാൻസ് കളിക്കാറുണ്ട്. പക്ഷെ ഞാനത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. അതിലാരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഗേൾസ് ഇല്ല. അത് ഞാൻ ഡിസ്നി ഫിലിംസിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പാട്ടാണ്. ഡിസ്നിക്കാരൊക്കെ ചെറിയ തെറ്റായ വാക്കുപോലും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ലിറിക്സ് ഒക്കെ എഴുതുന്നത്. പക്ഷെ അത് കേൾക്കുന്നവർ ഏതർത്ഥത്തിൽ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് താങ്കൾ ഇതിന് ഉത്തരം നൽകുക. താങ്കൾ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കരുതുന്ന പോലെ അത്ര മോശമായിട്ടുള്ള ആളല്ല ഞാൻ. ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, താങ്കളും എന്നെ ഇവിടെ വിളിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് സർ. ആളുകളൊക്കെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം വലിയ ആൾക്കാർക്കൊക്കെ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ജീവിതത്തിൽ എന്തെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പോയി നോക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെന്ത് പറയാനാ? പ്രൈവറ്റ് പ്ലെയിൻ, ബെസ്റ്റ് ലൈഫ്,
ഗെയിം എന്റെ കയ്യിലാണ്. കമാൺ പ്രസ്. സർ, ചില ആൾക്കാരുടെ എനിക്ക് ദേഷ്യമുണ്ട്. അതോടൊപ്പം എനിക്ക് ചില ഗിഫ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എഴുതുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അതേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ സാറിനെ പോലുള്ള നല്ല ആൾക്കാരുമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഈ ഷോ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കുറേ മീഡിയ ആൾക്കാരുമുണ്ട്. അവർക്ക് ശരിക്കും മണ്ടന്മാരാണ്. ഞാൻ മനസ്സിലാക്കിയതാ. അവര് സെൻസേഷണലിസം എന്ന പേരിൽ ചെറിയ കാര്യങ്ങളെയൊക്കെ വളരെ വലുതാക്കി കാണിക്കുന്നു സാർ. അത് ഐ തിങ്ക് വെരി ഇറസ്പോൺസിബിൾ സാർ. അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. പ്രൊഫഷനിലെ ചില സിംഗേഴ്സ് വൾഗറായിട്ട് പാട്ടൊക്കെ എഴുതാറുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതെ, അത് സത്യമാണ് സാർ. ഉള്ള കാര്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പല സിംഗേഴ്സ് യൂസ് ചെയ്യുന്ന പല വാക്കുകളും ഇവിടെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വൾഗറായിരിക്കും. ശരിയാണ് സാർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സാർ, അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ശ്രമിച്ചിട്ടും പക്ഷേ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് വരും. എന്താണോ പറയാനുള്ളത് അത് ഞാൻ തന്നെ പറയണമെന്ന് തോന്നും. താങ്കൾക്ക് ഈ പേര് വളരെയധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു. താങ്കളുടെ ഇൻസ്റ്റയിൽ ബാഡ് ബോയ് എന്ന് എഴുതിയിരിക്കുന്നു. താങ്കൾ ലോഞ്ച് ചെയ്തൊരു ക്ലോത്തിങ്ങിലും ബാഡ് ഫിറ്റ് എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. ബാഡ് ബോയ് ആകണമെന്നുള്ളത് താങ്കളുടെ ആഗ്രഹമാണോ? സാർ, ഞാൻ ഈ ലോകത്തിന്റെ എക്സ്പെക്ടേഷനെ 0 ആക്കിക്കൊണ്ടിരിക്കുക. അതായത് ബാഡ് ബോയ് എന്ന് വേറൊരാളൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞതിന് മുന്നായിട്ട് ഞാൻ തന്നെ സമ്മതിക്കുകയാണ്. അതെ, ഞാനൊരു തെറ്റായ മനുഷ്യനാണ്. പക്ഷെ എനിക്കറിയാം ഞാൻ ആരാണെന്ന്. പക്ഷേ മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷനെ ഞാൻ 0 ആക്കി മാറ്റുക. പക്ഷെ താങ്കളെ ഇത്രയും പേര് ഫോളോ ചെയ്യുന്നുണ്ട്, അതിലും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് താങ്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? സാർ, ഞാൻ ശരിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ. താങ്കൾ ശിവനെ കളിയാക്കിയത് അതും ഇല്ല സാർ, ഞാൻ ഒരിക്കലും ശിവനെ കളിയാക്കിയിട്ടേ ഇല്ല. ഞാൻ ശരിക്കും അദ്ദേഹത്തിന്റെ വലിയൊരു ഭക്തനാണ്. പിന്നെ എന്തിനാണ് ഞാൻ കളിയാക്കുന്നത്? ഞാൻ ശിവനെ കളിയാക്കുന്ന രീതിയിൽ അതിലൊന്നും എഴുതിയിട്ടില്ല സാർ. അതിൽ ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചാൽ ആ ലിറിക്സ് എന്തായിരുന്നു? ശിവഭഗവാന്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അതാണ് ഞാൻ എഴുതിയത്. താങ്കൾ അതിൽ മറ്റു പല വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അത് താങ്കൾ പിന്നീട് എഡിറ്റിംഗ് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ആ പാട്ടില് ശിവന്റെ പേര് വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അതിൽ ഒഫൻഡായി. പിന്നെ ഞാൻ മാപ്പി വയ്ക്കുകയും ചെയ്തു. കാരണം നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇരുന്ന് എഴുതുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. പിന്നീടായിരിക്കും നമ്മൾ ആലോചിക്കുക ഇങ്ങനെയുള്ള വരികൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം. അതായത് യു ആർ ഓൾസോ സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൺ ഓഫ് ദ കൺട്രി. അതോടെ ഞാൻ എൻ്റെ തെറ്റുകൾ അംഗീകരിക്കുകയും അതിന് മാപ്പ് പറയുകയും ചെയ്തു. ഞാൻ ശിവനല്ല, മറ്റേത് ദൈവങ്ങളാണെങ്കിലും ശരി, അതായത് ഏത് മതത്തിന്റെ ദൈവങ്ങളാണെങ്കിലും ശരി, ഒരു വിധത്തിലുള്ള തെറ്റായ കാര്യങ്ങളൊന്നും എഴുതാറില്ല. പബ്ലിക്കിന്റെ മനസ്സിൽ എന്താണെന്നുള്ളതും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റാപ്പ് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. റാപ്പ് പാടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പഠിക്കൂ. पड़ोसी पूछे घर पे करता क्या है काम लोंडा 12 लोग गैल लगता नहीं आम लोंडा दाढ़ भीच के यो करे बात सब कयो घूर घूर देखे रोले तारे सुबह शाम लोंडा नशे वाली चीज पाली ना कदी भी ओए अटोरा पूरा लेरा बोस वाली फील लोए तेरी छाती ते भी चोड़े मारे टायर बोए आमे चढ़ चढ़ के यो मानता नहीं हार छोरा 2 लीटर का रखा काला घोड़ा फोड़ का चढ़ा दूं उसके ऊपर जो घना हूं बोल रहा यंग ब्लड मारा मारे यो उबाले रोज बात चीज स्ट्रोंगर लोंडा भी तो तगड़ा हो रहा क्रेजी कहवे मुझे गैल खेल लगे एम डिफरेंट लाइफस्टाइल मेरी डिफरेंट मेरी वॉक बॉय बुल्ट का यो जोड़ा रखा जोड़ा शेफर डॉग बॉय होप बॉय कहवे मुझे करम कंडी छोरा मैं RCNG की गाड़ी में भी काटू पूरा टोरा. ഇതിന് ഉത്തരം നൽകുന്നത് പോലെ താങ്കളും തീർച്ചയായും ഒരു റാപ്പ് പാടണം. അത് ഞാൻ ഇപ്പോഴാണ് റീസെൻ്റായിട്ട് എഴുതിയത്. അതായത് എൻ്റെ അജണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മ്യൂസിക്കിനെ ഗ്ലോബലി കൊണ്ടുപോകണം. അതുകൊണ്ട് ये गोरे बोरों से हिंदी बुलवा देंगे, काइली जेनर को बिंदी लगवा देंगे और जो देखकर हमें गेट होते थे बंद सारे गेट खुलवा देंगे. दिलजीत पाजी को चला नाटू नाटू ऑस्कर, कामयाबी हमने दोनों हाथों से पकड़ के खींच ली और कभी रेंज रोवर रेंज के बाहर होती थी, टाटा अंकल ने पूरी कंपनी खरीद ली.
जो भी मिली है ब्लेसिंग्स हमें वो थोड़ी ना लगे, जो भी जितनी भी मिली हैं ब्लेसिंग्स हमें थोड़ी ना लगे, और हमारी बोली की कहीं बोली ना लगे, और ये ग्रैमी व्रैमी सारे आए पड़े हैं, किसी सिद्धू मूसेवाले को गोली ना लगे।